ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി അടയാള ബന്ധമുള്ള ഏക പഞ്ചായത്താണ് പാലക്കാട് അകത്തേത്തറ. 1982 ഇന്ദിരാഗാന്ധി അവിടെ എത്തി ഹേമാംബിക ക്ഷേത്രമെന്ന കൈപ്പത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് പാർട്ടി ചിഹ്നം കൈപ്പത്തിയാക്കാൻ നിശ്ചയിച്ചതെന്നാണ് പ്രചരിക്കുന്ന കഥ. എന്നാൽ കോൺഗ്രസുമായി ഇത്രയും ആത്മബന്ധമുള്ള പഞ്ചായത്തിൽ ഒരു വാർഡിൽ പോലും കോൺഗ്രസ് മെമ്പറില്ല. കാലങ്ങളായി CPM ഭരിക്കുന്ന അകത്തേത്തറയിൽ BJP-യാണ് പ്രതിപക്ഷം. മലമ്പുഴ മണ്ഡലത്തിലാണെങ്കിലും പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് അകത്തേത്തറ. 1982 ഇന്ദിരാഗാന്ധി പാലക്കാട് സന്ദർശിച്ചപ്പോൾ മുതിർന്ന നേതാവായ VS വിജയരാഘവനാണ് അന്ന് അകത്തേത്തറയിലെ കല്ലേക്കുളങ്ങര ഹേമാംബിക ക്ഷേത്രത്തിലേക്ക് ഇന്ദിരാഗാന്ധിയെ കൊണ്ടുപോയത്. ശ്രീകോവിലിലെ പ്രതിഷ്ഠ അനുഗ്രഹം ചൊരിയുന്ന 2 കൈപ്പത്തികളായതിനാൽ കൈപ്പത്തി ക്ഷേത്രമെന്നും ഇവിടം അറിയപ്പെടുന്നു. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇന്ദിരാഗാന്ധി കൈപ്പത്തി കോൺഗ്രസിന്റെ ചിഹ്നമാക്കാൻ നിശ്ചയിച്ചതെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ ചില മറുവാദങ്ങളൊക്കെ ഉണ്ടുതാനും. ചരിത്രം ഇങ്ങനെയൊക്കെയാണെങ്കിലും കോൺഗ്രസ് ഇപ്പോൾ അകത്തേത്തറ പഞ്ചായത്തിന്റെ ചിത്രത്തിലില്ല, ചരിത്രത്തിൽ മാത്രമേയുള്ളൂ. 2015 5 സീറ്റ് കിട്ടിയെങ്കിൽ 2020 1 സീറ്റും കിട്ടിയില്ല. ഈ ചരിത്രം മാറ്റിയെഴുതുമെന്നാണ് അകത്തേത്തറയിലെ കോൺഗ്രസുകാർ പറയുന്നത്. ഇവിടുത്തെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ട പദ്ധതികൾ രൂപീകരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ആളുകൾക്ക് കൃഷിയോഗ്യമായ തരിശുഭൂമികളെ കൃഷിയോഗ്യമാക്കുന്നതിന് തൊഴിലുറപ്പ് മേഖല എങ്ങനെ ഉപയോഗിക്കണമെന്നൊരു റിസർച്ച് നടത്തി അതിലേക്ക് ഉപകാരപ്പെടുത്തും. അതേപോലെ തന്നെ പാവപ്പെട്ട ഹരിജനങ്ങളും ഗിരിജനങ്ങളും താമസിക്കുന്നവർക്ക് അവർക്ക് താമസിക്കാനും അവരുടെ ജീവിത അന്തരീക്ഷങ്ങൾക്ക് മുന്നോട്ട് വരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. അതേപോലെ തന്നെ റോഡുകൾ മോശമായി കിടക്കുന്ന റോഡുകളൊക്കെ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. ഞങ്ങളുടെ പോരായ്മകൾ ഞങ്ങൾ ഈ 5 വർഷവും ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ആ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. മറുവശത്ത് BJP-ക്കാകട്ടെ വർഷം തോറും സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. 2015 5 സീറ്റ് നേടിയ BJP-ക്ക് 2020 അത് 7 ഉയർത്താനായി. ഇക്കുറി ഇടതുപക്ഷത്തെ അട്ടിമറിച്ച് ഭരണം നേടുകയാണ് ലക്ഷ്യമെന്ന് BJP അവകാശപ്പെടുന്നു. 2020 തെരഞ്ഞെടുപ്പിൽ 7 സീറ്റ് വിജയിക്കുകയും 5 സീറ്റുകൾ സെക്കൻഡ് വരികയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ ചെറിയ വ്യത്യാസത്തിലാണ് BJP-ക്ക് ഇവിടെ ഭരണം നഷ്ടപ്പെട്ടത്. ഇത്തവണ BJP വലിയധികം വിജയസാധ്യതയാണ് ഇവിടെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും നമുക്ക് ഇത്തവണ മൃഗീയ ഭൂരിപക്ഷം കിട്ടുകയും 13-ലധികം സീറ്റുകൾ BJP സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഇടതുപക്ഷത്തിന്റെ കുത്തക പഞ്ചായത്താണ് അകത്തേത്തറ. 3 പതിറ്റാണ്ടിലേറെക്കാലമായി ഇടതുപക്ഷം മാത്രം ഭരിക്കുന്ന പഞ്ചായത്ത്. ഇക്കുറിയും അത് തുടരുമെന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നു. ഇന്നത്തെ കോൺഗ്രസാണ് നാളത്തെ BJP എന്നും CPM. തുടർഭരണം എന്തായാലും ഉണ്ടാവും, അതിലൊരു സംശയമില്ല. കാരണം നമ്മൾക്കുള്ള വികസന പ്രവർത്തനങ്ങൾ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ജനങ്ങൾ ഒരിക്കലും കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയും നല്ലപോലെ ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാവരുടെയും കാണുന്ന പോലെ ഇപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. കോൺഗ്രസ് കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും BJP-ക്ക് ഇവിടെ വളർച്ച ഉണ്ടാവില്ല. അതില്ലാത്തത് കൊണ്ടാണ് BJP-യുടെ വളർച്ച ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. അത് LDF-ന് ബാധിക്കില്ല. വാർഡ് പുനഃക്രമീകരണത്തിൽ 2 എണ്ണം കൂടി അധികമായി ഉൾപ്പെട്ടതോടെ ഈ വർഷം മുതൽ 19 സീറ്റാണ് പഞ്ചായത്തിൽ. ഇടതുപക്ഷം ഭരണ തുടർച്ചയും BJP അട്ടിമറിയും അവകാശപ്പെടുമ്പോൾ കൈപ്പത്തി ഹേമാംബിക ക്ഷേത്രത്തിൽ മാത്രമായി ഒതുങ്ങുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ്. പ്രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, News 18.